നാട്ടിൽ നിന്ന് വന്ന ഏട്ടൻ്റെ ഫ്രണ്ട് ഒരു ചെറിയ കഷ്ണം പഴുത്ത ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുരു വെച്ചിട്ട് നമുക്കിന്ന് പാവയ്ക്കയും അതുപോലെ ചക്കക്കുരുവും തോരനുണ്ടാക്കിയെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്തു. അതിലോട്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ പച്ചമുളകൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ആ മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലോട്ട് ചക്കക്കുരുവും അതുപോലെ പാവയ്ക്ക നുറുക്കിയതും ഇട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് പാവയ്ക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല കയ്പുള്ള പാവയ്ക്കാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തോരനൊക്കെ വെക്കുന്നതിന് മുൻപ് കുറച്ച് ഉപ്പ് പുരട്ടി വെക്കുക. അതിനുശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കയ്പ് കുറഞ്ഞു കിട്ടും കേട്ടോ. അതുപോലെ വെള്ളം ചേർത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ കയ്പ് കൂടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ചക്കക്കുരും അതുപോലെ പാവയ്ക്കയും തോരൻ റെഡി ആയിട്ടുണ്ട്.